ഈ എന്തൊരു മണി ഞാൻ വെയിറ്റ് ചെയ്തതിന്. അമ്മ അപ്പോഴേ പറഞ്ഞതാ എല്ലാ സാധനവും കൂടെ കെട്ടി പറക്കൊണ്ട് പോണ്ടാന്ന്. ഹലോ അന്നാമോ. ആമി, നീ വന്നോ? ഞാനിന്ന് രാവിലെ നിന്നെ വിളിച്ചപ്പോ നീ നാളെ വരുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാ. നിനക്കൊരു സർപ്രൈസ് തരാലോ എന്ന് വിചാരിച്ചു. ഒന്ന് പോടി. ഒരു സർപ്രൈസ്. ഏതായാലും നീ വന്നല്ലോ, എനിക്കത് മതി. എന്റെ പൊന്നെന്നെ മോളെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വരുന്ന വഴിക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാനിപ്പൊ ഉണ്ടാക്കി തരാം. ഓ എന്റെ അന്നമോളെ, യു സോ സ്വീറ്റ്. നീ എന്തായാലും ഇന്ന് വന്ന നന്നായി. നമുക്ക് നാളെ തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷന്റെ ബാക്കി പ്രോസസ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് എന്തായാലും ക്ലാസ് തുടങ്ങും. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം ഇല്ലല്ലോ. കോളേജിന്റെ ആംബിയൻസ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നാ മതിയായിരുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാ നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അന്നാമോ, എന്താ അവിടെ ഒരു ബഹളം? അവിടെ എന്താ ഉണ്ടായേ? എന്തിനാ അവരിങ്ങനെ തല്ലുകൂടുന്നേ? അത് മാത്രല്ല, അവരൊക്കെ ആരാ? അവര് തല്ലുകൂടിയിട്ടും ആരും ഒന്നും പ്രതികരിക്കാതെ എന്താ മാറി നിൽക്കുന്നേ? അതാമി, ഞാൻ കുറച്ചു നേരം മുന്നേ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ? ആ പ്രധാനപ്പെട്ട കാര്യം ഇത്. ഞാൻ ഇവരെ പറ്റി പറയാൻ വേണ്ടി വന്നപ്പോഴാ ഈ ഒരു തല്ലൊക്കെ ഉണ്ടായേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേ. ആമി, അതായത് നീ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ ആരും പ്രതികരിക്കാതെ എന്താ നോക്കി നിൽക്കുന്നേന്ന്? അത് വേറൊന്നും കൊണ്ടല്ല, പേടിയായിട്ടാ. ആരെങ്കിലും എതിർക്കാൻ ചെന്ന അവരുടെ ലൈഫിൽ ഏത് നിമിഷം എന്താ സംഭവിക്കുന്ന അവർക്കറിയാം. അത്രയ്ക്ക് ഭയം അവരോട്. ഭയോ? ആരോട്? അല്ല, അവരെ ഭയക്കാൻ മാത്രം അവരാരാ? അത് വലിയൊരു കഥയാ. നീ ഇപ്പൊ അവിടെ ആ തല്ല് കണ്ടില്ലേ? അതിലെ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് തല്ല് കൊടുത്തവരും, 2 തല്ല് വാങ്ങിയവരും. അതിൽ തല്ല് വാങ്ങിയത് നമ്മളെപ്പോലെ കോമൺ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. പക്ഷേ അതിൽ തല്ല് കൊടുത്ത ടീംസ് അത് നമ്മളെപ്പോലെ കോമൺ സ്റ്റുഡൻസ് അല്ല. അവർക്ക് ഈ കോളേജിൽ ഒരുപാട് വലിയ വലിയ ഹോൾഡുണ്ട്. അവർ മൊത്തം 4 പേരാ, ഒരു ഗേളും 3 ബോയ്സും. അവരെങ്ങനെ കമ്പനി ആയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ പാരന്റ്സ് ഒക്കെ സൂപ്പർ റിച്ചാന്ന് കേട്ടിട്ടുണ്ട്. അതിലൊരാളുടെ പാരന്റ് ഇവിടുത്തെ പ്രിൻസിപ്പളാ. ബാക്കിയെല്ലാം ഈ കോളേജിൽ ഒരുപാട് വലിയ വലിയ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്ന ടീംസാ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അവരെ മുട്ടി നിൽക്കാൻ പോലും പറ്റത്തില്ല. മാത്രല്ല, ഈ 4 പേര് ചെയ്യുന്ന വലിയ പല പല തെറ്റുകളും ഇവരുടെ റിച്ച് ഹോൾഡ് കൊണ്ട് അത് തേച്ച് മാച്ച് കളയുന്നുണ്ട്. ഈ 4 പേരും അവരുടെ ഗ്രൂപ്പിന് അവരൊരു പേര് ഇട്ടിട്ടുണ്ട്, മോൺസ്റ്റേഴ്സ്. എന്ത് പേരാ അത്? മോൺസ്റ്റേഴ്സോ? കേട്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. ഈ പേര് കേട്ടപ്പോൾ എനിക്കും ഫസ്റ്റ് ചിരിയാ വന്നേ. പക്ഷേ അതും പറഞ്ഞോണ്ട് നീ അവരുടെ മുന്നിലൊന്നും ചെന്ന് ചിരിക്കരുത്. പിന്നെ നിന്റെ എല്ലാം തോലും മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. എനിക്കാരും പേടിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, ബാക്കി പറ. ഈ 4 പേരില് ആകെയുള്ളൊരു ഗേളാ. അവളുടെ പേര് റോസ്. അവളുടെ അച്ഛൻ CEO അങ്ങനെ എന്തൊക്കെയാന്നാ പറയുന്നത്. എനിക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ എനിക്കതല്ല, അവളെങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇവന്മാരോടെ വന്ന് പെട്ടേന്നറിയില്ല. മേ ബി അവൾ വലിയ റിച്ച് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്റെ പൊന്നാമി, ഒരു കാര്യം പറയാലോ, ഇതുപോലൊരു അഹങ്കാരി ഈ ലോകത്ത് ഞാൻ വേറെ കേട്ടിട്ടേ ഇല്ല. കേട്ടിട്ടില്ലെന്നോ? സാധാരണ കണ്ടിട്ടില്ലെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അത് പിന്നെ ഞാനും നിന്നെ പോലെ ഈ കോളേജിലെ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ ഞാനും ഇപ്പൊ അവളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ എന്നോട് ഒരുപാട് പേര് അവളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെച്ചാ ഞാൻ പറഞ്ഞേ കേട്ടിട്ടില്ല. ശരി ശരി, ഇനി ബാക്കിയുള്ളവരെ പറ്റി പറ. പിന്നെയുള്ളത് 3 ബോയ്സാ. അതിലൊരാൾ കായ്. അവനെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറും തത്ത. ഗേൾസിനെ ഒന്നും വഴി നടക്കാൻ അവൻ സമ്മതിക്കില്ല, അത്രയ്ക്ക് കൂടിയ. ഈ കോളേജിലുള്ള പല ഗേൾസിനോടും അവൻ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെയും കംപ്ലൈൻറ്റ് ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം വേറൊന്നുമില്ല, അവരോടുള്ള ഭയം. പിന്നെ രണ്ടാമത്തത് വരും. അവൻ ഗേൾസിനോടൊന്നും വലിയ മോശമായിട്ടൊന്നും പെരുമാറില്ല. അവൻ്റെ ടാർഗറ്റ് പാവപ്പെട്ട കുറച്ച് ബോയ്സാണ്.
ഈ ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നൊക്കെ വരുന്ന പാവപ്പെട്ട പയ്യന്മാരില്ലേ, അവരെ പിടിച്ച് ബുള്ളി ചെയ്യും. അത് അവൻ്റെ മെയിൻ പരിപാടി. അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് വലിയ പിടുത്തില്ല, പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത് അവൻ്റെ അച്ഛൻ എന്തോ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ ഉണ്ടെന്നാ. അതുപോലെ ഈ കായുടെ അച്ഛൻ ഏതോ കമ്പനിയുടെ CEO എന്തോ ആണ്. പിന്നെയുള്ള ലാസ്റ്റ് വൺ, അതിനെപ്പറ്റി പറഞ്ഞ ഇപ്പോഴൊന്നും തീരില്ല. ഈ 3 പേര് എന്ത് തെറ്റ് ചെയ്താലും ആ പ്രശ്നത്തിൽ നിന്നെല്ലാം ഈ 3 പേരെയും ചാടിക്കാൻ ഈ ഒരുത്തം മതി. ഈ കോളേജിലുള്ള മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും ഇവനെ നല്ല പേടിയാണ്. ഓഹോ, അപ്പൊ നീ ഇനി പറയാൻ പോകുന്ന പുള്ളി അത്ര നിസ്സാരക്കാരനാണെന്ന് തോന്നുന്നില്ലല്ലോ. തോന്നരുത്, ഒരിക്കലും തോന്നരുത്. കാരണം അവ ഒട്ടും നിസ്സാരക്കാരനല്ല. നീ കേട്ടിട്ടില്ലേ ഓരോ ഗ്യാങ്ങിലും ഒരു ലീഡർ കാണുമെന്ന്? അതുപോലെ അവരുടെ ഗ്യാങ്ങിൽ അവരെ ലീഡറായിട്ട് കാണുന്നത് ഇവരെ, മിസ്റ്റർ ക്രിസ്റ്റി വർഗീസ്. ആള് വെറും തല്ലിപ്പൊളിയാണ്. മീൻസ് ഗേൾസിൻ്റെ അടുത്തുള്ള പെരുമാറ്റം അങ്ങനെയൊന്നുമില്ല. ഗേൾസിൻ്റെ അടുത്തുള്ള പെരുമാറ്റത്തിൽ ആള് ഡീസൻ്റ് ആവാൻ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ തല്ലുണ്ടാക്കലും തല്ല് കൊടുക്കലും അതിനേക്കാളും വലിയ ക്യാമറ. ആ ഗ്യാങ്ങിലെ ആ 4 പേരിൽ ഈ കോളേജിൽ എല്ലാവർക്കും പേടി. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്റ്റിയെ കാണാൻ നല്ല ഭംഗിയാണെന്ന് എല്ലാവരും പറയുന്നത്. ഞാനിതുവരെയും കണ്ടിട്ടില്ല, പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയാന്ന്. പല ഗേൾസും പേടിച്ചിട്ട് പോലും അവനോട് പോയി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ അവൻ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, അത് വേറെ കേസ്. ഗേൾസിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയെന്ന് കരുതി ആളൊരു ഡീസൻ്റ് ഒന്നും ആവില്ലല്ലോ. ഇതിൽ ആരെങ്കിലും എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ നല്ല മറുപടി തിരിച്ചു കൊടുക്കും. എന്റെ പൊന്നാമി, നീ എന്ത് വിചാരിച്ചിട്ടാ? അവരോടൊന്നും മുട്ടി നിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. എൻ്റെ പൊന്നെൻ്റെ മോളെ, ഞാൻ അതിൻ്റെ ഒരു പ്രശ്നത്തിനും പോവില്ല. പിന്നെ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ വന്നേ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങാറായി. എന്റെ പൊന്നു ദൈവമേ, അവരാരും ഇവളുടെ സ്വപ്നത്തിൽ പോലും വന്നേക്കല്ലേ. ഇനി ഒരു പീരീഡ് കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിയും. അന്നമ്മോ, നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ക്യാൻറ്റീനിൽ പോയാലോ? ഇന്നത്തെ ഫുൾ ചെലവ് എൻ്റെ ആകാം. ഓക്കെ, ഞാൻ റെഡി. വിശന്നിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ്. അതെ അതെ, ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, നാളെ നിന്റെ ചെലവാ. നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ചേട്ടന്മാർ എവിടേക്ക് തിരക്കിയെന്നറിയോ? അല്ല, നീ ഞങ്ങളെ പറ്റി പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തു എന്ന് കേട്ടല്ലോ. നിനക്ക് അത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടായിരുന്നോ? എന്തായാലും നീ കംപ്ലൈന്റ് ചെയ്തല്ലോ, അപ്പോ അതിന് ചെറിയൊരു പണിഷ്മെന്റ് വേണ്ടേ? എന്തായാലും ഇല്ലാത്ത പൈസ കൊടുത്ത് ഫുഡ് ഓർഡർ ചെയ്തല്ലേ, ആദ്യം നീ ഫുഡ് കഴിക്കും. നോക്കി നിൽക്കാതെ എടുത്ത് കഴിക്കടാ. എനിക്ക് വേണ്ട. നീ എന്താ കരുതിയേ? നീ പ്രിൻസിപ്പലിനോടൊന്ന് കംപ്ലൈന്റ് ചെയ്ത അയാൾ ഞങ്ങളെ പിടിച്ചത് സസ്പെൻഡ് ചെയ്യുമെന്ന്. എന്നാലേ അത് നിന്റെ വെറും സ്വപ്നം. ഇനി മോനെ ഇത് മര്യാദയ്ക്ക് കഴിച്ചേ. കഴിക്കാതെ നീ ഇവിടെ ഒന്നും പോവില്ല. കഴിക്കടാ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമില്ലേ? തറയിൽ കിടക്കുന്ന ഫുഡാണ് ഒരാളെ കൊണ്ട് കഴിപ്പിക്കുന്നത്. നിങ്ങൾ ഇയാളെ ഇത്രയും മാത്രം ഉപദ്രവിക്കാൻ എന്ത് തെറ്റാ ഇയാൾ ചെയ്തേ? നിങ്ങൾ കാണിച്ച തോന്നിയാസം ഇയാൾ പ്രിൻസിപ്പലിനോട് പോയി കംപ്ലൈന്റ് ചെയ്തു. അത് ഇത്ര വലിയ തെറ്റാണോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഇതെന്റെ ദേഹത്തേക്ക് എടുത്തൊഴിച്ചേ? നിന്നെ ഞാൻ അരുൺ, വേണ്ട, പ്രിൻസിപ്പൽ വരുന്നു, വാ നമുക്ക് പോവാം. തൽക്കാലം നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിനക്കുള്ള പണി അത് ഞങ്ങൾ പിന്നെ തന്നോളാം. ഇനി നീ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമായിരിക്കില്ല, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ കാണും. നിനക്കുള്ളത് അവൻ തന്നോളൂ. എന്റെ പൊന്നാമി, നീ ഇപ്പൊ എന്താ കാണിച്ചേ? നിനക്കറിയോ അവരാരാന്ന്? എനിക്കറിയില്ല അവരാരാന്ന്. ഇനി അവരാരായാലും എനിക്കെന്താ? നീ കണ്ടല്ലേ അവരെന്താ ചെയ്തേന്ന്? ഓ, ഇവിടെ കൊണ്ട്. ആമി, ഞാനിന്ന് രാവിലെ നിന്നോട് ഒരു ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞില്ലേ? അവരെ ഈ പോയത്. അവരോടാ നീ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയേ. ഇനിയിപ്പൊ എന്തൊക്കെ നടക്കുമെന്ന് ദൈവത്തിനറിയാം. ആരാണെങ്കിലും എനിക്കൊന്നുമില്ല, എനിക്കാരെ പേടിയുമില്ല. എന്ത് വലിയ തെറ്റാ അവരൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ കണ്ടോണ്ടിരിക്കണമെന്നാണോ നീ പറയുന്നേ? നിന്നെ പറഞ്ഞു മനസ്സിലാക്കി എനിക്ക് കഴിയില്ല. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇവളെ പിടിച്ച് മാറ്റിയുണ്ടാവും, ഇല്ലെങ്കിൽ അവൾക്കുള്ള പണി ഞാൻ അപ്പോഴേ കൊടുത്തേനെ. ഓ,
ഇപ്പൊ ഞാൻ പിടിച്ചു മാറ്റിയതായ പ്രശ്നം. നീയും കണ്ടതല്ലേ അവിടേക്ക് പ്രിൻസിപ്പൾ വരുന്നേ. ആ പ്രിൻസിപ്പൾ ഇതങ്ങനെ കണ്ടിരുന്നെങ്കിൽ അതെല്ലാം ക്രിസ്റ്റി അറിഞ്ഞേനെ. അങ്ങനെ വല്ലതും നടന്ന ക്യാൻറ്റീനിൽ എന്താ നടന്നതെന്നെല്ലാം അവൻ അറിയും. പിന്നെ നമുക്ക് ഒരു കാര്യത്തിൽ അവൻ്റെ ഹെൽപ്പ് കിട്ടില്ല. ഒന്നാമതേ അവൻ നമ്മളെ വാൺ ചെയ്തതാ, ഇനി മുതൽ ആരെയും ബുള്ളി ചെയ്യരുതെന്ന്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അവൻ അറിഞ്ഞാൽ നമുക്കൊരിക്കലും അവൾക്കിട്ട് പണി കൊടുക്കാൻ പറ്റില്ല. അവൾക്ക് നല്ലൊരു പണി കിട്ടണമെങ്കിൽ ക്രിസ്റ്റി നമ്മുടെ കൂടെ വേണം. അതിന് ഇന്ന് എന്താണോ ക്യാൻറ്റീനിൽ നടന്നത് അതവൻ അറിയാൻ പാടില്ല. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, അവൻ എന്തിപ്പിങ്ങനെ മാറിപ്പോയി. പണ്ടൊക്കെ നമ്മൾ എന്ത് തോന്നിയാസം ചെയ്താലും അതിന്റെ മുന്നിലുണ്ടായിരുന്ന അവനാ. നമ്മൾ എത്ര പേര് ഒരുമിച്ച് ബുള്ളി ചെയ്തിട്ടുണ്ട്. അന്നൊന്നും അവന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാത്രം പിന്നെ എന്താ അവന് വല്ല മാനസാന്തരം വന്നതായിരിക്കും. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഗ്യാങ് ഇതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടായാലേ പറ്റൂ. അവൻ നമ്മുടെ ഗ്യാങ്ങിൽ ഇല്ലെങ്കിൽ ഈ കോളേജിലെ പലർക്കും നമ്മളെ പിന്നെ വലിയ വിലയൊന്നും കാണില്ല. നിങ്ങൾ അതൊക്കെ ഒന്ന് വിട്ടേ. എന്നിട്ട് അവൾക്കിട്ട് എങ്ങനെ പണി കൊടുക്കാന്ന് ചിന്തിക്കുക. അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീരുമാനിക്കുക. ആളൊരു അഹങ്കാരിയാണെങ്കിലും അവള് കൊള്ളാം, നല്ല ബോൾഡാ, പിന്നെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഓ, കുറുക്കന്റെ കണ്ട് പിന്നെ എപ്പോഴും കോഴിക്കോട്ടിലാണല്ലോ. എടാ പൊട്ട, അവള് നമ്മുടെ ശത്രുവാ. ഇവിടെ അവക്കിട്ട് എങ്ങനെ പണി കൊടുക്കാന്ന് ആലോചിക്കുമ്പോഴാ അവൻ അവളെ വർണ്ണിച്ചോണ്ടിരിക്കുന്നത്. അതൊന്നും ആലോചിച്ച് നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ എന്നും സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്യും. ഇന്നും നമ്മൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യും. എല്ലാ കുറ്റവും അവളുടെ തലയ്ക്ക്. എന്നിട്ട് ക്രിസ്റ്റിയെ കൊണ്ടുതന്നെ നമ്മൾ അവൾക്ക് പണിയും കൊടുക്കും. അത് നല്ല ഐഡിയ. അല്ല, പക്ഷെ അവനെ കാണുന്നില്ലല്ലോ. അവൻ ഇവിടെ വരാന്നല്ലേ പറഞ്ഞേ. രാവിലെ തന്നെ 3 പേരും എന്തോ വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ക്രിസ്റ്റി, നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? ഞങ്ങൾ എല്ലാവരും എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? നിങ്ങൾ ഇങ്ങനെ എന്നെ കാത്തിരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ തക്കതായ റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി മടിച്ചൊന്നും നിൽക്കണ്ട. എന്താ കാരണം എന്നങ്ങ് പറഞ്ഞു. അത് ക്രിസ്റ്റി, ഇന്ന് ക്യാൻറ്റീനിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി. ഞങ്ങളവിടെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്കെതിരെ പ്രിൻസിപ്പളിനോട് കംപ്ലൈൻറ്റ് ചെയ്ത ആ ഒരു പയ്യനില്ലേ, അവനവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവൻ്റെ അടുത്ത് പോയി എന്തിനാ പ്രിൻസിപ്പളിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്തെന്ന് ജസ്റ്റ് ക്യാഷ്വലായിട്ടൊന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എവിടെന്നാന്നറിയില്ല ഒരു പെണ്ണ് വന്നിട്ട് അവളുടെ കയ്യിലിരുന്ന ഫുഡ് വരുണിൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിയുണ്ടായേ. അവളെന്തിനാ അങ്ങനെ ചെയ്തേ? ഒരു കാരണമില്ലാതെ അങ്ങനെ ചെയ്യാൻ അവക്കെന്ത് തലയ്ക്ക് സുഖമില്ലേ? അല്ല, എന്നിട്ട് നിങ്ങളൊന്നും ചോദിച്ചില്ലേ? ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി നിന്നതാ, പക്ഷേ അപ്പോഴേക്കും അവിടെ പ്രിൻസിപ്പൾ വന്നു. പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു. ഞങ്ങൾ കരുതി നീയും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോയി അവളോട് ചോദിക്കാന്ന്. ഞാനോ? ഞാൻ എന്തിനാ വരുന്നേ? ഇതൊക്കെ ഇവരെ സില്ലി മാറ്റേഴ്സാ. ഇത് നിങ്ങൾക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രിസ്റ്റി അങ്ങനെ പറയല്ലേ. നിനക്കറിയാലോ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ എല്ലാവർക്കും ഞങ്ങളെ പേടി കാണുള്ളൂ. അതുകൊണ്ടല്ലേ. പ്ലീസ് ക്രിസ്റ്റി, അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. നീ വരുണിൻ്റെ മുഖം നോക്കി അവൻ എന്ത് വിഷമായിട്ടുണ്ടെന്നറിയോ? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ അവൻ്റെ ദേഹത്തേക്ക് ഫുഡ് വലിച്ചെറിഞ്ഞേ. നിന്റെ ദേഹത്താണ് ഒരു കാരണമില്ലാതെ അവൾ ആ ഫുഡ് വലിച്ചെറിഞ്ഞതെങ്കിൽ നീ മിണ്ടാതിരിക്കോ? ശരി, ഞാൻ ചോദിക്കാം. അവളിപ്പോ എവിടെയുണ്ട്? അവളെ കോളേജ് ഗ്രൗണ്ടിൽ കാണും. ക്ലാസ് കഴിഞ്ഞല്ലോ. അവൾ വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും. On the outside looking in like, oh wow, look at them, your time passed. Look again, now my glasses to the brim, I'm throwing passes to the rim. Shot, we going in. റോസ്, ഇതിലാരാ നീ പറഞ്ഞ ആള്? ദേ, ആ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടോ? അതിൽ ആ ഹൈറ്റുള്ള പെൺകുട്ടിയാ ഞങ്ങൾ പറഞ്ഞേ. വരുമോ എൻ കൺകോണിലായി അണയോ നിറവാർ നിന്നുമേ അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ ശ്യാമാംബരം പുൽകുന്നൊരാ ചന്ദ്രനായി. ഇവനിതെന്താ ഇങ്ങനെ നോക്കുന്നേ? ക്രിസ്റ്റി, എന്താ? നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് അവളോട് കാര്യം ചോദിക്കേ. മാമി, സമയം ഒരുപാടായില്ലേ? നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി എന്റെ ബാഗ് എടുത്തിട്ട് വരാം. രണ്ടാമതവിടെ നിന്നേ. പുതിയ അഡ്മിഷൻ ആണല്ലേ? വന്നപാടെ വേണ്ടാത്ത വയ്യാവയിലേക്ക് എടുത്ത് തല വെക്കണം. കോളേജിൽ വന്ന
പഠിച്ചിട്ട് പോയാൽ പോരെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ എന്തിനാ ഇടപെടുന്നേ? എനിക്ക് മനസ്സിലായില്ല, ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? ക്യാൻറ്റീനില് നിന്റെ വക കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയാ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായോ? സാധാരണ ഈ കോളേജില് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്യാനായിട്ട് ആരും മുതിർന്നിട്ടില്ല. ഇങ്ങനെ എല്ലാം ചെയ്താലും അവരിങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. പക്ഷേ നിന്റെ കാര്യം, തൽക്കാലം നീ ഒരു പെണ്ണായതുകൊണ്ട് ചെറിയൊരു കൺസിഡറേഷൻ തരാം. നീ ഇപ്പൊ പോയി അവനോട് സോറി പറഞ്ഞാൽ ആ പ്രശ്നം ഇവിടെ കഴിയും. അതല്ല എങ്കിൽ ഇതിന് പിന്നാലെ വരുന്ന എന്ത് കോൺസിക്വൻസും നീ നേരിടേണ്ടി വരും. ഞാൻ എന്തിനാ സോറി പറയുന്നേ? അതിനുവേണ്ടി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഇയാളുടെ ഫ്രണ്ടാ. സോറി പറയേണ്ടത് ഇയാളുടെ ഫ്രണ്ടാ, അതെന്നോടല്ല, ആ പയ്യനോടാ. അവനെന്തിനാ സോറി പറയുന്നേ? അവനെതിരെ കംപ്ലൈന്റ് ചെയ്ത ഒരു പയ്യനോട് ക്യാഷ്വലായിട്ട് എന്താ റീസൺ എന്ന് ചോദിക്കാൻ ചെന്നപ്പോ നീയല്ലേ അതിനിടയിൽ ഷോ കാണിച്ചേ? നീ എങ്ങനെ അവന്റെ ദേഹത്തേക്ക് ഫുഡ് വലിച്ചെറിഞ്ഞേ? ഹലോ മിസ്റ്റർ, എനിക്ക് തന്റെ പേരറിയില്ല. എന്താണെങ്കിലും തന്നോട് തന്റെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ തന്റെ ഈ കഥ അറിയാത്ത ആട്ടം കാണൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, തന്നോട് എന്തായാലും ഒരു തരി പോലും സത്യം അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ രീതിക്ക് അവർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം താൻ പോയി എന്താണ് ക്യാൻറ്റീനിൽ നടന്നതെന്നുള്ള സത്യാവസ്ഥ അറിഞ്ഞിട്ട് വാ, എന്നിട്ട് എന്നോട് വന്ന് സോറി പറയണോ വേണ്ടേന്ന് പറ. പിന്നെ വേറൊരു കാര്യം, താൻ നേരത്തെ പറഞ്ഞില്ലേ പെണ്ണായത് കൊണ്ടൊരു കൺസിഡറേഷൻ എന്ന്. എനിക്ക് തൽക്കാലം തന്റെ ആ കൺസിഡറേഷൻ വേണ്ട. അത് രണ്ടായിട്ട് മടക്കി ഇയാളുടെ പോക്കറ്റിൽ തന്നെ വെച്ചോ. ഇനി ഇതുപോലെ വല്ല കാര്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്ന ഈ ആമി ആരാണെന്ന് താൻ അറിയും. ക്രിസ്റ്റി, എന്തായി? നീ അവൾക്കിട്ട് പണി കൊടുത്തു? അവൾക്കിട്ട് പണി കൊടുക്കുന്നതിന് മുന്നേ ക്യാൻറ്റീനിൽ നിന്ന് എന്താ നടന്നതെന്നുള്ള സത്യാവസ്ഥ എനിക്കറിയാം. അവള് പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ക്യാൻറ്റീനിൽ നടന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ നിങ്ങൾ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എന്നോട് കള്ളം പറഞ്ഞു. എന്താന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. അത് കണ്ടുപിടിച്ചിട്ടേ നിന്നോട് അവൾ ചെയ്തതിനുള്ള പണി കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷേ അവൾ നിന്നോട് സംസാരിച്ച രീതി, അതിനുള്ള പണി അത് ഞാൻ അവൾക്ക് വൈകാതെ കൊടുക്കും. പക്ഷേ അവൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വിചാരിച്ച നമ്മൾ ആരായി? അവനിങ്ങനെ ഡൗട്ട് തോന്നാൻ മാത്രം അവൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പക്ഷേ എന്താണെങ്കിലും പ്ലാൻ പൊളിഞ്ഞു. ഇനിയിപ്പോ അവൾക്ക് പണി കൊടുക്കാൻ വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കണം. ഏയ്, നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട. ക്രിസ്റ്റി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവനോട് എന്തായാലും നല്ല രീതിക്കൊന്നും ആയിരിക്കില്ല അവള് സംസാരിച്ചത്. അതവന്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കുള്ള പണി കിട്ടും. അതും ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. ആമി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ആ ക്രിസ്റ്റി അവൻ നിങ്ങൾ പ്രശ്നമായിട്ട് വരൂ. നീ അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ സംസാരിക്കും. ആരും ഇവരോട് എതിർത്ത് സംസാരിക്കാത്തോണ്ട് ഇവർക്ക് ഇത്രയും ധൈര്യം. മറിച്ച് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് എതിർത്ത് സംസാരിച്ച് നോക്കിക്കേ, പിന്നെ ഇവരുടെ അഹങ്കാരമൊക്കെ താനേ കുറഞ്ഞോളും. എന്നാലും എനിക്കൊരു പേടി, അവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. അതിനുള്ള ഹോൾഡ് ഉണ്ട് അവർക്ക്. എന്റെ അന്ന, ആദ്യം ഈ ചിന്താഗതിയാ നീ മാറ്റേണ്ടേ. അവര് നമ്മളെപ്പോലെ ഇവിടെ പഠിക്കുന്ന കോമൺ സ്റ്റുഡൻസാ. അവർക്ക് എന്ത് സ്പെഷ്യാലിറ്റി ഉള്ളേ? അവരുടെ പാരന്റ്സ് റിച്ചാന്ന് കരുതി നമ്മൾ അവരെ ബഹുമാനിക്കണമെന്നുണ്ടോ? അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടാണെങ്കിൽ ശരി. ഇത് ഈ കോളേജ് പഠിക്കുന്ന പാവപ്പെട്ട സ്റ്റുഡൻസിനെയൊക്കെ ബുള്ളി ചെയ്യുന്നതാണോ ഇത്ര വലിയ മഹാകാര്യം? നമ്മളൊന്നും ഇവരുടെ പ്രസൻസിന് പോലും വാല്യൂ കൊടുക്കരുത്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ തന്നെ അവരുടെ പകുതി അഹങ്കാരം കുറഞ്ഞു കിട്ടും. അയ്യോ, ഇനി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ. ഇത് ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഒരു പ്രോമിസ് ചെയ്യാം. അവരിനി ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വരാതിരിക്കുന്നിടത്തോളം കാലം ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും അങ്ങോട്ടും പോവില്ല. പോരെ? പക്ഷെ അവരിങ്ങോട്ട് എന്തെങ്കിലും പറയാൻ വന്നാൽ ഞാൻ അതിന് മറുപടി കൊടുക്കും. അത്രേ ഉള്ളൂ. ശരി ശരി, നമുക്ക് ക്ലാസ്സിൽ പോവാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ എന്റെ നോട്ട്ബുക്ക് സ്റ്റാഫ് റൂമിൽ നിന്ന് എടുത്തില്ല. ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, ഞാൻ പോയി നോട്ട്ബുക്ക് എടുത്തിട്ട് വരാം. കാണിച്ച് എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നേ? മാറി നിൽക്കാം അങ്ങോട്ട്. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ബഹളം ഉണ്ടാക്കോ? നീ എത്ര ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിന്റെ ബഹളം കേട്ട് ഒരുപാട് പേര് ഇവിടെ വരും. അപ്പൊ നമ്മളെ രണ്ടുപേരും ഇവിടെ വെച്ചവർ കാണും. പിന്നെ നമ്മളെ പറ്റി കോളേജിൽ പരക്കാൻ പോകുന്ന റൂമേഴ്സ്, അതിനെപ്പറ്റി നിനക്ക് കൺസേൺ ഇല്ലെങ്കിൽ നീ എന്ത് വേണോ ചെയ്തോ. നീ എത്ര വേണോ ബഹളം വെച്ചോ. അങ്ങനെ എന്തെങ്കിലും റൂമേഴ്സ് ഉണ്ടായാ അന്ന് ഞാൻ തന്നെ കൊല്ലും. അപ്പൊ റൂമേഴ്സ് വരുന്നത് നിനക്ക് പേടിയുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേക്ക്. എടോ, തന്റെ പ്രശ്നം എന്താ? തനിക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് ഒരു ചെറിയ കാര്യം, അത് നിനക്ക് തരാനും കഴിയും. താനെന്താ
എന്തിനാ അടുത്തേക്ക് വരുന്നേ? മര്യാദയ്ക്ക് മാറി നിൽക്കും, അതാ തനിക്ക് നല്ലത്. വെയിറ്റ്, ഡിഡ് യു തിങ്ക് ഐ വാസ് ഗോയിങ് ടു കിസ് യു? നീ സ്വപ്നത്തിൽ പോലും അത് ചിന്തിക്കരുത്. ബിക്കോസ് ഐ ഡോണ്ട് ഈവൻ ലൈക്ക് യു ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ്. പിന്നെ കിസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. എടോ, തനിക്ക് താൻ എന്തോ വലിയൊരു സംഭവമാണെന്നൊരു വിചാരമുണ്ട്. ഈ കോളേജിൽ പല ദിവസം തന്നെ പിറകെ നടക്കുമായിരിക്കും. പക്ഷെ യാമിനെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. തനിക്ക് എന്നോടുള്ളതിനെക്കാട്ടിയും ഇരട്ടി വരപ്പ് എനിക്ക് തന്നോടുണ്ട്, മനസ്സിലായോ? ശരിയാ, ഈ കോളേജിൽ ഒരുപാട് ഗേൾസ് എൻ്റെ പിറകെ നടക്കുന്നുണ്ട്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ നീയും അതുപോലെ എൻ്റെ പിറകെ നടക്കും. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല. എനിക്കിപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യം, നിന്റെ വായിൽ നിന്നൊരു സോറി. അതെനിക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഫ്രീയാ. ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? ഞാൻ എന്തിനാ നിന്നോട് സോറി പറയുന്നേ? അല്ല, ഈ സോറി എന്ന് പറയുന്ന വാക്ക് തന്റെ സോൾമേറ്റ് വല്ലതാണോ? ഏത് നേരം സോറി പറ എന്ന് പറഞ്ഞ എന്റെ പിറകെ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? കഴിഞ്ഞ ദിവസം തന്റെ ഫ്രണ്ടിനോട് സോറി പറയാനാ പറഞ്ഞേ, ഇന്നിപ്പോ തന്നോട് സോറി പറയാൻ. തനിക്ക് എന്താ പ്രശ്നം? ഈ സോറി എന്ന് പറയുന്ന വാക്കിന് ഒരു വാല്യൂ ഉണ്ട്. അത് ചുമ്മാ എല്ലായിടത്തും ഇടാനുള്ളതല്ല. ഞാൻ സോറി പറയേണ്ട രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോൾ പറയും. അല്ലാതെ വഴിയെ പോകുന്ന എല്ലായിടത്തും ഞാൻ സോറി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ നീ സോറി പറയില്ല? ശരി, വെറുതെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയ മര്യാദയ്ക്ക് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ നിനക്കതിന് പറ്റില്ല. നിന്റെ വായിന്ന് എനിക്ക് സോറി കേൾക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും. അതിന് എങ്ങനെ, എപ്പോ എന്നൊന്നും എനിക്കറിയില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി എന്ത് കോൺസിക്വൻസ് ഇതിന്റെ പേരിലുണ്ടായാലും അതെല്ലാം നിന്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്യ്, ഐ ഡോണ്ട് കെയർ. നീ ഇപ്പൊ എന്റെ വഴിന്ന് മാറും, എനിക്ക് ക്ലാസ്സിൽ പോകണം. ശരി, നീ ഇപ്പൊ പൊക്കോ, നമുക്ക് എവിടം വരെ പോകുന്ന കാണാം. നീ ബാഗ് എടുക്കാൻ പോയിട്ട് എന്താ ഇത്ര താമസിച്ചേ? അത് വരുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കണ്ടു, അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ സമയം പോയതാ. ഹലോ, എടാ, ഞാൻ നാട്ടിലെത്തി. നീ എന്താ എയർപോർട്ടിൽ എന്നെ പിക്ക് ചെയ്യാൻ വരാത്തെ? സോറി എടാ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ കുറച്ച് ബിസിയാന്ന്. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനെ പറഞ്ഞോട്ടെ. അവൻ നിന്നെ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിച്ചല്ലോ അല്ലേ? എത്തി. ഞാൻ വിചാരിച്ചു നീ ആയിരിക്കും എന്നെ പിക്ക് ചെയ്യാൻ വരുന്നേന്ന്. അങ്ങനെയാണെങ്കിൽ നേരെ നിന്റെ വീട്ടിലേക്ക് വരാന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ സാരിയില്ല, ഞാൻ എന്തായാലും ഒരു ഹാഫ് ആൻ അവറിൽ അവിടെ എത്തും. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചോ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോ കഴിക്കാൻ. ആയിക്കോട്ടെ, ഉത്തരവ് പോലെ. നീ എന്തായാലും വാ, ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. അപ്പൊ മോനെ ക്രിസ്റ്റി, ഞാൻ 2 ആഴ്ച ഇവിടെ നിന്ന് മാറി നിന്നപ്പോ എന്തൊക്കെയാ അവിടെ നടന്നതെന്ന് എനിക്കറിയാം. ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. നീയാകെ 2 ആഴ്ചയല്ലേ അതിന് മാറി നിന്നോളൂ. പറയുന്ന കേട്ടാത്തൊന്ന് 2 വർഷം മാറി നിന്നു. ഈ 2 ആഴ്ച പ്രത്യേകിച്ച് എന്ത് നടക്കാന്? നിനക്ക് കുറച്ച് തലതെറിച്ച ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ 2 ആഴ്ച തന്നെ വളരെ ധാരാളം. ഫസ്റ്റ് ഇയറിൽ നീയൊക്കെ എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തുമാത്രം പാവപ്പെട്ട സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ ബുള്ളി ചെയ്തേ? അന്നേ ഞാൻ നിന്നെ വാൺ ചെയ്തതാ ഈ ഫ്രണ്ട്ഷിപ്പ് ശരിയല്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ നിനക്ക് മാനസാന്തരം വന്നതുപോലെ നീ നന്നായി. പക്ഷെ അവരിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിനക്ക് അവരെ പറഞ്ഞെങ്കിലും ഒന്ന് മനസ്സിലായിക്കൂടെ? എടാ ഇല്ല, അവരിപ്പോ മാറി. നീ വിചാരിക്കുന്ന പോലെ അവരിപ്പോ ആരെയും ബുള്ളി ചെയ്യുന്നില്ല. ശരിയാ, ഞാനും പണ്ട് ഇനിഷ്യേറ്റ് എടുത്ത് ഒരുപാട് സ്റ്റുഡൻസിനെയൊക്കെ ബുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ മാറിയില്ലേ, അതുപോലെ അവര് മാറിയടാ. അവര് പഴയതുപോലെ ഇപ്പൊ കോളേജിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അത് നിന്റെ കണ്ണിൽ മാത്രം. എടാ, നീ ഇങ്ങനെ പൊട്ടനായി പോവല്ലേ? അവര് നിന്റെ മുന്നിൽ അഭിനയിക്കുന്നതാ. അവര് നന്നായിട്ടൊന്നുമില്ല. അവര് നന്നാവൻ നിനക്ക് വട്ട. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി നിന്നോടൊന്നും ചർച്ച ചെയ്യുന്നില്ല. നീ വേറെ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് പറ. ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനായിട്ട് എന്താ? വെയിറ്റ്, ഒരു സംഭവം നടന്നു നിന്നെ സംബന്ധിച്ച്. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ്. എന്നാ പിന്നെ മോനെ നീ സമയം കളയണ്ട, പറഞ്ഞു. എടാ, അത് ഞാൻ 2 ദിവസം മുന്നേ കോളേജിൽ വെച്ച് ഒരാളെ മീറ്റ് ചെയ്തു. ഒരു പെൺകുട്ടി. എനിക്ക് അവളുടെ പേരൊന്നും അറിയില്ല, ബട്ട് ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു പാവെന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഷീസ് എ ബ്രേവ് ഗേൾ. ഒരു പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് പരിഹരിക്കാൻ അതിന്റെ ഫ്രണ്ടിൽ അവൾ കാണും. ഒട്ടും സെൽഫിഷ് അല്ലാത്ത ഒരു സെൽഫ്ലെസ് ഗേൾ. നിനക്കറിയാലോ കോളേജിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഹോൾഡ് ഉണ്ടെന്ന്. കോളേജിലെ ഒരാൾ പോലും ഇതുവരെ ഞങ്ങൾക്കെതിരെ സംസാരിക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവള് സംസാരിച്ചു. എന്താ, ഐ യു സീരിയസ്? അവള് നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവള് കോളേജിലെ പുതിയ ആളായിരിക്കും, നിങ്ങളെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതെല്ലാം നിങ്ങളെപ്പറ്റിയെല്ലാം അറിഞ്ഞിട്ടും അവൾ നിങ്ങൾക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ഷീ സച്ച് എ ബ്രേവ് ഗേൾ. ആൻഡ് യു നോ സംതിങ്, നീ ഇതിപ്പോ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അവളെ കാണാൻ തോന്നുന്നു. അയ്യടാ, അങ്ങനെ നീ ഇപ്പൊ അവളെ കാണണ്ട. അവളെ കാണാനായിട്ടേ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, എന്റെ ചെവിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നീ കേൾക്കുന്നതിന്റെ കുഴപ്പമാണോ അതോ നീ പറയുന്നതിന്റെ കുഴപ്പമാണോ? ഏതേ ചിരിക്കുന്നു.
അപ്പൊ നീ പറഞ്ഞതിന്റെ കുഴപ്പം തന്നെ. എന്താ മോനെ, കരിങ്കല്ല് പോലുള്ള നിന്റെ ഹൃദയത്തില് പ്രണയം പോയിട്ടോ? അയ്യേ, ഒന്ന് പോയി തരൂ. അവനും അവന്റെ ഒരു ക്ലീശ ഡയലോഗ്. നിനക്കൊരു മാറ്റമില്ലല്ലോടെ. ഓഹോ, അപ്പൊ ഞാനിപ്പോ പറയുന്നതാണ് പ്രശ്നം, അല്ലാതെ നീ ചെയ്യുന്നതിനല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നാളെ നിന്റെ കൂടെ കോളേജിൽ വരും. ആ കുട്ടിയെ ഞാൻ കാണുകയും ചെയ്യും. എടാ, ഇതിപ്പോ ഒരുപാട് നേരായല്ലോ. നീ കോളേജിൽ എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ ക്രഷിനെ പോലും നിനക്കൊന്ന് തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അയ്യേ, മോശം മോശം, വളരെ മോശം. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ മാറിപ്പോ. ആ പിന്നെ ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. അവളെ നീ കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം, അവൾ എന്റെ പെണ്ണ. സോ അവളെ ഒരു സിസ്റ്ററിനെ പോലെ മാത്രമേ നീ കാണാവൂ. അല്ലടാ, ഞാൻ നാളെ തന്നെ അവളെ പോയി പെണ്ണും കണ്ട് അവളെ ഞാൻ കെട്ടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിറ്റേന്ന് നീ കണ്ണുറക്കുമ്പോ നീ പരലോകത്തായിരിക്കും. ഇവന്റെ ഒരു കാര്യം, ഒരു തമാശ പറയാൻ ഇവ സമ്മതിക്കില്ല. ഒന്ന് പോടാ. ആഹാ, തമാശയായിരുന്നോ? അയ്യോ, എനിക്ക് മനസ്സിലായതേ ഇല്ല. നീ മര്യാദയ്ക്ക് വായുടിച്ചെന്റെ പിറകെ വന്നു. കോളേജിലേക്ക് ഇടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തമാശ പറഞ്ഞാൽ അതിന്റെ സെൻസിലെടുക്കാനുള്ള ബോധം പോലും ഇല്ല. പോട്ടെ. ഫൈനലി എത്ര നേരാന്നറിയ ഈ പെണ്ണിന് വേണ്ടി കോളേജ് പിള്ളേർ നലയുന്നേ. നിന്നെ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടട്ടെ. അന്ന് ഇതിനുള്ള എല്ലാം ഞാൻ തരും. അതെ, എനിക്ക് മടുത്തു. എനിക്ക് കോളേജ് കിടന്ന് ഇനി അലയാൻ വയ്യ. നിന്റെ ക്രഷിനെ കണ്ടു കിട്ടുമ്പോ നീ എന്നെ വിളിച്ചറിയിക്ക്. ഞാൻ പോണു ബൈ. എടാ, നീ ഇനി എങ്ങും പോണ്ട. ആളിവിടെ തന്നെ ഉണ്ട്. എവിടെ? ഇവിടെ ഇപ്പൊ മുഴുവൻ ഗേൾസ് ആണല്ലോ. ഇതിലിപ്പോ നിന്റെ ക്രഷ് എവിടാന്ന് ഞാനങ്ങനെ കണ്ടുപിടിക്കുക? വല്ല ഡ്രസ്സിന്റെ കളർ കോഡോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലമോ എന്തെങ്കിലും പറഞ്ഞതാ? നീ ആ കഫറ്റേരിയയിൽ നോക്ക്, അവിടെ 2 ഗേൾസിന് മൂലയ്ക്ക് മാറി നിൽക്കുന്നുണ്ടോ? അതിൽ കുറച്ച് ഹൈറ്റ് ഉള്ളതാ എന്റെ കക്ഷി. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. നിന്നവൻ ഞാൻ, ദൂരായി വന്നവൾ നീ, വാക്കായി പെയ്ത മോഹമേ, കാലം കാത്തു നിന്നി തിരയാൻ വന്നതല്ലേ ഇന്നീ സ്വപ്നഭൂമിയിൽ. പൊരുതാനാവോളമാശിച്ച വിരലുകളിൽ പനിനീർപ്പൂ ചൂടി നിൽക്കുന്നു വിരഹിതന. ഞാൻ വീണു. ആര് വീണു? എവിടെ വീണു? അവൾക്ക് മുന്നില് ഞാൻ വീണു പോയടാ. എടാ കള്ളപ്പന്നി, അവൾ എന്റെ പെണ്ണാന്ന് ഞാൻ നിന്നോട് പച്ച മലയാളത്തിലല്ലേടാ പറഞ്ഞേ. എന്നിട്ട് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ? എടാ, നീ പറഞ്ഞത് അതിൽ പൊക്കമുള്ള പെണ്ണിനെയല്ലേ? ഞാൻ പറഞ്ഞത് അതിൽ പൊക്കം കുറഞ്ഞ പെണ്ണിനെയാ. എന്റെ പൊന്നാൽബിനെ, ഒരു നിമിഷത്തെ കയ്യബദ്ധത്തിൽ ഞാനിപ്പോ നിന്നെ കൊന്നേനെ. ഓഹോഹോ, അല്ലേലും എനിക്കറിയാടാ ഇന്നലെ കണ്ട പെണ്ണിന് വേണ്ടി നീ എന്നെ കൊല്ലൂന്നു. അപ്പോൾ ചൊല്ലക്കൂടാതെ. ഇനിയിപ്പൊ നീ എന്തായാലും നിന്റെ പെണ്ണിനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നീ അവളെ നോക്കോ, ഞാൻ എന്റെ പെണ്ണിനെ നോക്കോളാം. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിന്നു തനിയേ, ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയേ, അകമേ പടരും കുളിരും പ്രണയം. ധ്യാനി, നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. കുറെ നേരായി ആ വായി നോക്കി അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയി ചവിട്ട് കൊടുത്താലോ? 1 അല്ല 2. നിന്നെ വായി നോക്കുന്ന ആ വായി നോക്കി ചാരി നിൽക്കുന്ന ആ തൂണിന്റെ അപ്പുറത്തെ സൈഡൊന്ന് നോക്കിയേ. അവിടെ വേറൊരു വായി നോക്കിയും കൂടി ഉണ്ട്. എവിടെ? അയ്യോ, അത് ക്രിസ്റ്റിയല്ലേ? ഒന്ന് പതിയെ പറ, എനിക്ക് കണ്ണ് കാണാം അത് ക്രിസ്റ്റിയാണെന്ന്. ഇവരെന്തിനാ നമ്മളിങ്ങനെ വിയേർഡായിട്ട് നോക്കുന്നേ? നീ എന്നെ നോക്കിയേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്നെ നോക്കി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്കും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മൈൻഡ് കൊടുക്കണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഇതെവിടെ പോകുന്നു? ക്രിസ്റ്റി ദേവരെ പോകുന്നു. നമുക്ക് പിറകെ പോവാം. എന്റെ പൊന്നാൽവിനെ, ഈ കോളേജിൽ എനിക്കൊരു നിലയും വിലയുണ്ട്. ഇവിടെയുള്ള എല്ലാ ഗേൾസും എന്റെ പിറകെ നടക്കുന്നത്. അപ്പൊ ഞാനൊരു ഗേളിന്റെ പിറകെ നടക്കുവാണെന്ന് ഇവരൊക്കെ അറിഞ്ഞാ അതെനിക്കൊരു നാണക്കേടാണ്. യൂനോ? ആ ശരി, എന്നാ മോൻ ആ നാണക്കേട് വെച്ച് ഇവിടെ നിൽക്ക്. അവസാനം അവളെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുമ്പോ നീ പഠിച്ചോളൂ. എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് ആ നാണക്കേടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തായാലും അവളുടെ പിറകെ പോകുമ്പോ ഗുഡ് ബൈ. നമുക്ക് രാത്രി നിന്റെ വീട്ടിൽ വെച്ച് കാണാം. ബൈ ബൈ. ഈശ്വര, അവളവനെ നാണം കെടുത്തി വിടണേ. എന്നാലോ ക്രിസ്റ്റിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരായിരിക്കും? ഇതിനു മുന്നേ കോളേജിലൊന്നും കണ്ടിട്ടില്ലല്ലോ. എനിക്കറിയില്ല, ഞാനും നിനപ്പിലെ ഫസ്റ്റ് ടൈമാ കാണുന്നത്.
അതെ, ഒന്ന് നിൽക്കോ? ഹായ്, ഐ ആം ആൽബിൻ. നിങ്ങൾക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഞാൻ ഈ കോളേജിലല്ല പഠിക്കുന്നത്. അതിന് ഓഹോ, ആരംഭത്തിലെ അപമാനം. അങ്ങനെയല്ല, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ബൈ ദ ബൈ, ഒച്ചേനെ കുട്ടിയൊന്നും മിണ്ടില്ലേ? എന്താ ചേട്ടാ, പേര് ഞാൻ പറഞ്ഞാ മതിയോ? ഇവളെ ക്രിസ്റ്റി പറഞ്ഞതിലപ്പുറമാണല്ലോ. തൽക്കാലം ഞാൻ നിന്നൊന്നും പറയുന്നില്ല, കാരണം നീ എൻ്റെ ക്രിസ്റ്റിയുടെ പെണ്ണ. ഹലോ, എന്ത് പൂങ്കിനാവും കണ്ടോണ്ട് നിക്ക? ചോദിച്ചത് കേട്ടില്ലേ? പേര് താൻ പറഞ്ഞാലും മതി, ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതിയില്ല. എങ്കിലേ ഇപ്പൊ പറയാൻ സൗകര്യപ്പെടുന്നില്ല. ചേട്ടൻ പാട് നോക്കി പോയെ, ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ സമയമായി. അയ്യോ സിസ്റ്റർ, ഞാൻ ക്രിസ്റ്റിയുടെ കൂടെ നടക്കുന്നത് കരുതി ഞാൻ അവനെ പോലെ അല്ല. ഞാൻ വളരെ ഡീസന്റ് ആണ്. ചേട്ടൻ ഏത് ക്രിസ്റ്റിയുടെ കാര്യം പറയുന്നേ? എനിക്കൊരു ക്രിസ്റ്റി അറിയില്ല. അത് മാത്രല്ല, ഞങ്ങൾക്കിപ്പോ ചേട്ടനോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അന്ന വപ്പോ തൽപര കക്ഷിയല്ല. ക്രിസ്റ്റി ഒരുപാട് പാടുപെടേണ്ടി വരും. പക്ഷെ എനിക്ക് കിട്ടേണ്ട കിട്ടി. അന്ന, നല്ല പേര്, എടുത്തോളാം.